ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കമാണല്ലോ. അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ അങ്ങനെ ആരാധകർ ഓരോരുത്തരും അത്യാവേശത്തിൽ തന്നെയാണ്. അപ്പോൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ ആവേശം കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടതാണ്. നിതിൻ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. നിതിൻ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഓരോ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോവുകയായിരുന്നു. നമ്മളോടൊപ്പം അതിഥിയൊക്കെ ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ നിതിൻ എവിടെയാണുള്ളത്? ആരൊക്കെ കൂടെയുണ്ട്? അവർ ഓരോരുത്തരും എന്താണ് സംസാരിക്കുന്നത്? എന്തൊക്കെയാണ് ഓരോ ആരാധകരുടെയും പ്രതീക്ഷകൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ ഒരു സ്കൂൾ ഗ്രൗണ്ടാണ്, PMV സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇതായി കാണുന്നത്. ഈ ഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഫുട്ബോളിൻ്റെ ഒരു ആവേശമാണ്. ആ ഗ്രൗണ്ട് തന്നെ അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ കളിക്കുന്നവരെ നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. കുട്ടികളുടെ ടീമും അതുപോലെ തന്നെ വലിയവരുടെ ടീമുമാണ് ഇവിടെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ദിവസേനയുള്ള ഒരു മത്സരമാണ്, ഇങ്ങനെ കുട്ടികളും മുതിർന്നവരും തമ്മിൽ കളിക്കുന്നത്. കാരണം ഈ കുട്ടികളെല്ലാം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുമൊക്കെയാണ്, ഫുട്ബോൾ കളിക്കുന്നവരാണ്. ഇപ്പോൾ സുബ്രതോ കപ്പിലൊക്കെ സെലക്ഷനൊക്കെ കിട്ടിയിട്ട് സംസ്ഥാന തലത്തിൽ കളിക്കാൻ പോകാനിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് പരിശീലനം നൽകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സൂര്യകാന്തി ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിലെ അംഗങ്ങളാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. അതുപോലെ തന്നെ ഇവരോടൊപ്പം ഒരു ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിക്കുന്നത്. അതപ്പം എല്ലാ ദിവസവും അണ്ണന്മാരെ വന്നേ അപ്പോൾ അവർ എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നത് അത് ദിവസേന ഇവിടെ ഉള്ള ഒരു കാഴ്ചയാണ്. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ മക്കൾ ഈ കൂട്ടത്തിൽ കളിക്കുന്നുണ്ട്, ഈ സ്കൂളിൽ കളിക്കുന്നുണ്ട്. അപ്പം ആരായിരിക്കും നാളെ രാവിലെ കപ്പ് ഉയർത്തുന്ന ആരാ? കുട്ടികൾ സ്പെയിൻ ആരാധകരാണ്, എന്നാൽ മുതിർന്നവർ അർജന്റീനിയൻ ആരാധകരാണ്. അപ്പൊ ആരാണ് ജയിക്കുക എന്നൊന്നും നമുക്ക് നോക്കാം. ആരാ കപ്പ് ഉയർത്തുന്ന ആരാ? അപ്പം മുതിർന്നവര് അർജന്റീനയ്ക്കൊപ്പമാണ്, കുട്ടികൾ ആർക്കൊപ്പമാണെന്ന് ചോദിക്കാം. കപ്പ് അപ്പൊ മുതിർന്നവരിൽ സ്പെയിനും ഉണ്ടെന്നാണ് പുള്ളി വന്ന് പറഞ്ഞത്. പക്ഷെ മുതിർന്നവർക്കൊപ്പം ഒരു കുഞ്ഞ് അതിഥിയും കൂടെ ഉണ്ട്. ആള് മെസ്സി ആരാധകനാണോ? മെസ്സി ആരാധകനാണോ? അവൻ രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ വന്നത്, പക്ഷെ മൈക്ക് കണ്ടോണ്ടാന്ന് തോന്നുന്നു. വേറൊരു കുട്ടി മെസ്സി ആരാധകനുണ്ട്. മെസ്സി ആരാധകനാണോ? കളിയൊക്കെ കാണാറുണ്ടോ? നാളെ രാവിലെ ആര് ജയിക്കും? അപ്പൊ മെസ്സി ജയിക്കുമെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മുതിർന്നവരോട് ആദ്യം ചോദിക്കാം, നാളെ ആരാ ജയിക്കുക? നാളെ സ്പെയിൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്പെയിൻ ജയിച്ചിരിക്കും. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഇവിടെ കളി കാണാനായിട്ട് ഒരു 150 പേര് വരും. അതിൽ മിക്കവരും അർജന്റീനയ്ക്കനുസരിച്ചാണ് ഇപ്പം പോകുന്നത്. കാരണം കളി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്പെയിനാണ്. ഇടയ്ക്കിടയ്ക്ക് ജേഴ്സി മാറ്റും. ഇല്ല, ജേഴ്സി മാറ്റുന്നൊന്നുമല്ല, സ്പെയിനാണ്. വലിയ ബുദ്ധിമുട്ടാവും. വിവാദങ്ങൾ ഉണ്ടായതാണ് അർജന്റീനയ്ക്ക് ഇത്ര ശത്രുക്കൾ ഉണ്ടാകാറ്. നല്ല ടീം തന്നെയാണ്, ഞങ്ങൾ അർജന്റീനയ്ക്ക് ആരാധകരാണ്. പക്ഷെ വിവാദങ്ങൾ ഉണ്ടായാണ്, ലോകമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് ജേഴ്സി മാറുന്നുണ്ടെന്നാണ് അപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കളെ നാളെ രാവിലെ ആരായിരിക്കും ജയിക്കുക? അർജന്റീന ജയിക്കുമെന്ന് പറയുന്നവർ എന്തുകൊണ്ടിട്ടാണ് അർജന്റീന ജയിക്കുമെന്ന് പറയുന്നത്? മെസ്സി ഉള്ളതുകൊണ്ട്. ഒറ്റ ആള് മതിയോ? അപ്പൊ സ്പെയിന്റെ ആരാധകർ ആരൊക്കെയാ? സ്പെയിൻ ജയിക്കും. എന്തുകൊണ്ടായിരിക്കുന്നത്? ഈ സ്പെയിനില് നിങ്ങളെ പോലെ നല്ല ചുറുചുറുക്കുള്ള കൊച്ചു പിള്ളേരാണ് കളിക്കുന്നത്. പക്ഷെ മറ്റേതിൽ കുറച്ചൊക്കെ പ്രായമുള്ളവരല്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? അതോ എക്സ്പീരിയൻസ് ഉള്ളവർ ജയിക്കുമോ? എക്സ്പീരിയൻസ് ഉള്ളവർ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർ ജയിക്കും. അപ്പൊ അതാണ് പിള്ളേരുടെ ഒരു ആവേശം എന്ന് പറയുന്നത്. എന്തായാലും സ്പെയിനും അർജന്റീനയും തമ്മിൽ ഇവിടെ കനത്ത പോരാട്ടമാണ്. അപ്പൊ രാത്രിയിലത്തെ ഒരു മത്സരമൊക്കെ എങ്ങനെയാ? രാത്രിയിൽ മത്സരം കാണുന്നത് എങ്ങനെയാ? വലിയ സ്ക്രീൻ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ക്ലബിന്റെ അടിസ്ഥാനത്തിൽ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്, ബിഗ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്, ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഒരു 100-150 പേര് കൂടുതൽ കളി കാണാനായിട്ട് വരും. അവർക്ക് വേണ്ട കടക്കാപ്പി, കപ്പ മേടിച്ചിരുന്നുണ്ട്. ബ്രസീലുകാരാ കപ്പ മേടിച്ചിരുന്നു. അപ്പൊ മുളകും ചമ്മന്തി ഒക്കെ ആരാ മേടിച്ചിരുന്നത്? അത് അർജന്റീന നമ്മൾ കളിക്ക് കൊടുക്കും. കപ്പ മേടിക്കും ഞങ്ങളുടെ വീട്ടിലേക്കാണ്, അർജന്റീനയ്ക്ക് കൊടുക്കാനില്ല. വലിയ ആവേശമായിരിക്കും. എന്തൊക്കെ ഈ തർക്കങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. പുറകിൽ നിന്നപ്പോ അർജന്റീന ഇറങ്ങി വീട്ടിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പം ആദ്യം ആര് ഗോൾ അടിക്കുന്നോ അന്നേരം തിരിച്ച് ഫ്രണ്ടിൽ വന്നൊരു ഡാൻസും എല്ലാം ഉണ്ട്. അവസാനം ഒരു തകർപ്പുണ്ട്. ആ തകർപ്പ്
ഇന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ വെളുപ്പിനെ അവരെ കാണുമെന്ന് ഉറപ്പ്. ആര് ജയിച്ചാലും ചിലരൊക്കെ വീട്ടിൽ പോയി ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതാ ഈ ചിലർ അർജന്റീന തോറ്റപ്പോ തോക്കുമെന്ന് വന്നപ്പോ ബഹളം വെച്ചവരുടെ വീട്ടിൽ അർജന്റീന ജയിച്ചപ്പോ പോയി ബഹളം വെച്ചിട്ടുണ്ട്. വലിയ വലിയ ആവേശത്തിലാണ്. അത് നമുക്ക് ഈ ഒരു വർഷത്തേക്ക് വന്നാൽ ഒരു കാറ് മൊത്തം മെസ്സിയും അർജന്റീനയും ആക്കി ഇട്ടിരിക്കുന്നതാണ്. ആ കാറിന്റെ ഉടമസ്ഥനും ഇവിടെ ഉണ്ട്. ഒരു കനത്ത അർജന്റീനൻ ആരാധകനാണല്ലേ? ഈ കാർ ഇങ്ങനെ ചെയ്തെടുത്തത് എന്റെ സ്വന്തം കാർ ചെയ്തെടുത്ത ഞാൻ നോക്കിയപ്പോ ടാക്സി കാറാണ്. വരുമാനത്തിന് വേണ്ടിട്ട് ഓടിക്കുന്നതായിരിക്കും. അതിങ്ങനെ ആക്കി എടുത്തതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനം. എനിക്ക് മെസ്സി എന്റെ ജീവനാ. ജയിക്കണം. ഇന്ന് വൈകുന്നേരം മെസ്സി ജയിക്കത്തുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. ഒന്നുമല്ല. ഞാൻ 8,000 രൂപ മുടക്കി ഇറക്കിയത്. 8,000 രൂപ. എനിക്ക് എന്റെ ഫാനാ മെസ്സി. അപ്പൊ രാത്രിയിൽ 12:30 കളി കാണാൻ ഇറങ്ങിയിരിക്കും. ജയിക്കുമ്പോൾ മാത്രം വരും, അല്ലാത്ത വീട്ടിൽ ഇരുന്ന് കളി കാണും. കാറുമായിട്ട് വരും. അല്ലാത്ത അവസ്ഥ വന്നിട്ടില്ല. ജയിച്ച പരമ്പരയുള്ളൂ. അല്ലാത്ത അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടില്ല. അച്ഛനും മോനുമാണല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അച്ഛനും മക്കളും എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. അതായത് ഒരു ആവേശം എന്ന് പറയുന്നത്, ഫുട്ബോളിന്റെ ആവേശം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ചുള്ളതാണ്. അപ്പം എന്തായാലും ഇവര് ഇന്ന് വൈകുന്നേരം ആര് ജയിക്കുമെന്നുള്ളതിൽ കാത്തിരിക്കുകയാണ്. അപ്പൊ അർജന്റീന എന്ന് പറയുന്നത് തീർച്ചയായും നിതിൻ. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഇടങ്ങളിൽ ചെന്നാലും ആർപ്പുവിളികളൊക്കെയാണ്. ഈ ടീമുകളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തർക്കിച്ചൊക്കെ തുടങ്ങിയാൽ, സംസാരിച്ചു തുടങ്ങിയാൽ എന്നുള്ള ഒരു തർക്കമൊക്കെ തുടങ്ങിയാൽ പിന്നെ അത് നിർത്താനൊക്കെ വലിയ പാടാണ്. അതെല്ലാം ഒരു ആവേശത്തിൽ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.